ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു കാട റോസ്റ്റ് തയ്യാറാക്കാം. കാടേൻ്റെ യഥാർത്ഥ ടേസ്റ്റ് മനസ്സിലാവും കേട്ടോ, ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. കാട നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ കഷ്ണങ്ങളാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവയെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കാടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി ആണെങ്കിൽ നല്ലൊരു കളർ കിട്ടും കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു സവാള, ചെറിയൊരു സവാളയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കോക്കനട്ട് ഓയിലും തൈരുമാണ്. കോക്കനട്ട് ഓയിൽ കുറച്ച് മതി. തൈര് ഒരു 2-2.5 ടേബിൾ സ്പൂൺ പുളിയില്ലാത്തത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ. 1-2 മിനിറ്റെങ്കിലും നമുക്കിങ്ങനെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കാം. കൈ കൊണ്ട് നന്നായിട്ട് ഞെരടിയെടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. അപ്പം ഈ രീതിയിൽ വെച്ചാൽ കാടേൻ്റെ യഥാർത്ഥ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ വേകാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിയോൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. എങ്കിലും ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3-4 കാടമുട്ട പുഴുങ്ങിയതും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഏകദേശം ഇന്നും കുറച്ച് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് കാടമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കാട റോസ്റ്റ് അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, മറക്കരുത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.